നമസ്കാരം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഫിഫ്ത്ത് സെമസ്റ്റർ കോഓപ്പറേഷൻ വിദ്യാർത്ഥികളുടെ കോഓപ്പറേറ്റീവ് ലീഗൽ സിസ്റ്റം എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ നമ്മൾ രണ്ടാമത്തെ പാർട്ടാണ് പറയാൻ പോകുന്നത്. നമ്മൾ ആദ്യത്തെ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കോഓപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പാർട്ടാണ്. കോഓപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യയിൽ നമ്മൾ ഏകദേശം ഒരു 1947 വരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ നമ്മൾ അവസാനമായി പറഞ്ഞു നിർത്തിയത് എന്താണെന്ന് വെച്ചാൽ സരയ്യ കമ്മിറ്റി റിപ്പോർട്ട് വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് ഈ 1947 ശേഷമുള്ള കാലഘട്ടത്തിലുള്ള കോഓപ്പറേറ്റീവ് ലെജിസ്ലേഷൻ എന്താണ് എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. എന്നിട്ട് അതേപോലെ കോഓപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ കേരള എന്ന് ഒരു ഏരിയ കൂടെ കഴിയുമ്പോഴത്തേനും നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ അങ്ങ് കഴിയുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് കോഓപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യയിലെ 1947 ശേഷമുള്ള കാലഘട്ടത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഒരു സെഷനിൽ നമ്മൾ അത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ദ പീരീഡ് ഫ്രം 1947 ഓൺവേർഡ്സ് ആണ്. 1947 മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആദ്യമായി നമ്മൾ പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്പോയിൻ്റ് എ കമ്മിറ്റി ഓൺ 1954 അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് A.D. ഗോർവാല നോൺ ആസ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. എന്നുവെച്ചാൽ 1954 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു കമ്മിറ്റിയെ അപ്പോയിൻ്റ് ചെയ്തു. ഈ കോഓപ്പറേറ്റീവ് സെക്ടറിലെ പ്രശ്നങ്ങൾ പഠിക്കുവാൻ വേണ്ടിയിട്ടൊക്കെ ഒരു കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്തു. ആ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് A.D. ഗോർവാല എന്ന് പറയുന്ന മനുഷ്യനായിരുന്നു. അപ്പം ഈ കമ്മിറ്റിയുടെ പേരായിരുന്നു ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. പലപ്പോഴും നമ്മുടെ കോഓപ്പറേറ്റീവ് എക്സാമുകൾക്കും PSC പരീക്ഷകൾക്കൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് A.D. ഗോർവാലയുടെ ചെയർമാൻഷിപ്പിലുള്ള കമ്മിറ്റിയുടെ പേരെന്താണെന്ന്. അതിൻ്റെ പേര് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി എന്നാണ്. അപ്പോൾ ആ കമ്മിറ്റിയുടെ ആ ഒരു കണ്ടെത്തൽ എന്ന് വെച്ചാൽ എന്താണ്, കോഓപ്പറേഷൻ ഹാസ് ഫെയിൽഡ് ഇൻ ഇന്ത്യ ബട്ട് ഇറ്റ് മസ്റ്റ് സക്സീഡ് എന്നാണ്. അപ്പം കോഓപ്പറേഷൻ എന്ന് പറയുന്ന ആ ഒരു മൂവ്മെൻറ്റ് നമ്മുടെ ഇന്ത്യയിൽ വളരെ പരാജയപ്പെട്ടു പോയി. പക്ഷേ അത് ഇന്ത്യയിൽ എന്ത് ചെയ്യണം, സക്സീഡ് ആവണം, അല്ലെങ്കിൽ സക്സസ് ആയി മാറണം എന്നാണ് ആ ഒരു കമ്മിറ്റി കണ്ടെത്തിയത്. അതേപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മറ്റൊരു കമ്മിറ്റിയെ കൂടി അപ്പോയിൻറ്റ് ചെയ്തിരുന്നത് 1956 ആ 1956 അപ്പോയിൻറ്റ് ചെയ്ത ആ കമ്മിറ്റിയുടെ പേരെന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് ലോ എന്നാണ്. കോഓപ്പറേറ്റീവ് ലോ, കമ്മിറ്റി ഓൺ കോഓപ്പറേറ്റീവ് ലോ എന്ന് പറയുന്ന ആ ഒരു കമ്മിറ്റിയാണ് രണ്ടാമതായി നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ളത്. ആ കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ട് 1957 സബ്മിറ്റ് ചെയ്തത്. അപ്പം കമ്മിറ്റി ഓൺ കോഓപ്പറേറ്റീവ് ലോ എന്ന് പറയുന്ന ആ ഒരു കമ്മിറ്റി 1956 അപ്പോയിൻ്റ് ചെയ്യപ്പെടുന്നു. അതേപോലെ തന്നെ അവരെന്ത് ചെയ്യുന്നു, 1957 അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിൻ്റെ ഈ കമ്മിറ്റി ഓൺ കോഓപ്പറേറ്റീവ് ലോയുടെ ടേംസ് ഓഫ് റെഫറൻസ് എന്തൊക്കെയാണെന്നാണ് ഒരു കാര്യം പറയുന്നത്. അപ്പം എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ടേംസ് ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്? ഒന്നാമത് ടു റിവ്യൂ ദ എക്സിസ്റ്റിംഗ് കോഓപ്പറേറ്റീവ് ലെജിസ്ലേഷൻ. നമ്മുടെ ഇപ്പം ഉള്ള കോഓപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഒന്നുകൂടി എന്ത് ചെയ്യുക, റിവ്യൂ ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു ടേംസ് ഓഫ് റെഫറൻസ് ആയിരുന്നു. രണ്ടാമത് ടു എക്സാമിൻ ദ റെക്കമെൻഡേഷൻസ് ഓഫ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. നമ്മുടെ A.D. ഗോർവാലയുടെ ചെയർമാൻഷിപ്പിൽ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നല്ലോ. ആ കമ്മിറ്റി കുറച്ച് റെക്കമെൻഡേഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ റെക്കമെൻഡേഷൻസിനെ എക്സാമിൻ ചെയ്യുക എന്നുള്ളതിൻ്റെ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. മൂന്നാമതായിട്ട് ടു എക്സാമിൻ ദ എക്സിസ്റ്റിംഗ് പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു വേരിയസ് ടൈപ്സ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. എന്താണ്, നമ്മൾ പലതരത്തിലുള്ള പല ടൈപ്പ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രൊവിഷൻസുകളുണ്ട്. ആ പ്രൊവിഷൻസുകളെല്ലാം എക്സാമിൻ ചെയ്യുക. പിന്നെ ടു പ്രിപ്പയർ എ സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് ബൈലോ. എന്താണ്, ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് ബൈലോ അല്ലെങ്കിൽ ഒരു നിയമാവലി ഉണ്ടാക്കുക എന്നുള്ളത് ഇവരുടെ ഒരു ടേംസ് ഓഫ് റെഫറൻസിൽ പെട്ട ഒന്നായിരുന്നു. അതേപോലെ ടു കൺസിഡർ റിലേറ്റഡ് മാറ്റേഴ്സ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റുള്ള മാറ്റേഴ്സ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മുടെ കമ്മിറ്റി ഓൺ കോഓപ്പറേറ്റീവ് ലോ എന്ന് പറയുന്ന ആ ഒരു ടേംസ് ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു പക്ഷേ പരീക്ഷ ചോദിച്ചേക്കാം, എന്താണ് കമ്മിറ്റി ഓൺ കോഓപ്പറേറ്റീവ് ലോയുടെ ടേംസ് ഓഫ് റെഫറൻസ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചേക്കാം. എന്തൊക്കെയാണ്? ഒന്ന്, നമ്മുടെ എക്സിസ്റ്റിംഗ് കോഓപ്പറേറ്റീവ് ലെജിസ്ലേഷനെ റിവ്യൂ ചെയ്യുക. അതേപോലെ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിനെ എക്സാമിൻ ചെയ്യുക. അതേപോലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുമായിട്ട് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിലവിലുള്ള പ്രൊവിഷൻസിനെ ഒന്നുകൂടെ എക്സാമിൻ ചെയ്യുക. ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് ബൈലോ പ്രിപ്പയർ ചെയ്യുക. അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റുള്ള മാറ്റേഴ്സിനെ
കൺസിഡർ ചെയ്യുക. ഇത്രയായിരുന്നു കമ്മിറ്റി ഓൺ കോഓപ്പറേറ്റീവ് ലോയുടെ പ്രധാനപ്പെട്ട ടേംസ് ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് 1984 ഒരു മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നിരുന്നു. അപ്പം നമ്മൾ 1947 ശേഷമുള്ള കാലഘട്ടമാണ് പറയുന്നത്. 1954 ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി വന്നു. 1956 കമ്മിറ്റി ഓൺ കോഓപ്പറേറ്റീവ് ലോ വന്നു. അതിനുശേഷമാണ് 1984 മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറയുന്നത്. അപ്പം എന്താണ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, എന്തിനാണ് വന്നതെന്നുള്ളതാണ്. എന്തിനാണ് വന്നത്? ആൻ ആക്ട് ടു കൺസോളിഡേറ്റ് ആൻഡ് അമെൻഡ് ദ ലോ റിലേറ്റിംഗ് ടു കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് വിത്ത് ഒബ്ജക്റ്റ് നോട്ട് കൺഫൈൻഡ് ടു വൺ സ്റ്റേറ്റ് ആൻഡ് സെർവിങ് ദ ഇൻട്രസ്റ്റ് ഓഫ് മെമ്പേഴ്സ് മോർ ദാൻ വൺ സ്റ്റേറ്റ്. എന്നുവെച്ചാൽ ഒരു സൊസൈറ്റിയുടെ, ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ അല്ലെങ്കിൽ അവരുടെ മെമ്പേഴ്സായിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഒന്നിൽ കൂടുതലുള്ള സ്റ്റേറ്റുകളിൽ നിന്നാണെങ്കിൽ അത്തരം സൊസൈറ്റികളെയാണ് നമ്മൾ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്ന് പറയുക. അപ്പോൾ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ അതുമായിട്ട് അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ആക്ടിനെയാണ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് ആക്ട് ഈസ് ഫോർ ദ എഫക്റ്റീവ് ഫങ്ഷനിങ് ഓഫ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. എന്താണ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഫങ്ഷനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആക്റ്റാണിത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളാണ് NCCF എന്ന് പറയുന്ന സ്ഥാപനം, നാഫെഡ് പറയുന്ന സ്ഥാപനം, ഇഫ്കോ, കാംകോ. ഇവയൊക്കെ നമ്മുടെ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളാണ്. For regulation and controlling the functioning of these societies, a central registrar of cooperative societies is posted. അപ്പം ഇത്തരം സൊസൈറ്റികളുടെ റെഗുലേഷന് വേണ്ടിയിട്ടും കൺട്രോളിങ്ങിന് വേണ്ടിയിട്ടും ഒരു സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ എന്ത് ചെയ്തിട്ടുണ്ട്? പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984 ഇതേ നിയമത്തെ, ഈ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984 2002 അമെൻമെൻറ്റിന് വിധേയമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ തൊട്ടടുത്ത് പറയുന്നുണ്ട്, മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002. This act is comprehensive amendment of the Multi-State Cooperative Societies Act 1984. നമ്മൾ 1984 പാസ്സാക്കിയിട്ടുള്ള നിയമത്തിൻ്റെ ഒരു കോംപ്രിഹെൻസീവ് അമെൻമെൻ്റ് ആണ് എന്ന് പറയുന്നത് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്ത് മാറ്റമാണ് വന്നത് എന്ന് നോക്കൂ. ഒന്നാമത് അവർ പറയുന്നത് വെച്ചാൽ രജിസ്ട്രേഷൻ ഈസ് അലൗഡ് ഓൺലി ടു ദോസ് സൊസൈറ്റീസ് വിച്ച് പ്രൊവൈഡ് സർവീസ് ടു മെമ്പേഴ്സ് of more than one state and work for improving the social and economic conditions of members. എന്നുവെച്ചാൽ എന്താണ്? രജിസ്ട്രേഷൻ ആർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ? ഒന്നോ അതിൽ കൂടുതലോ സ്റ്റേറ്റുകളിലെ മെമ്പേഴ്സിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തുടങ്ങുന്ന സൊസൈറ്റികൾ, അവിടുത്തെ ആൾക്കാർക്കിടെ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്യുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. അപ്പം അത്തരം സൊസൈറ്റികൾക്കാണ് നമ്മൾ രജിസ്ട്രേഷൻ കൊടുക്കുന്നത്. രണ്ടാമത് ഗ്രാൻഡിങ് ഓഫ് രജിസ്ട്രേഷൻ ടു സച്ച് സൊസൈറ്റീസ് വിത്തിൻ 4 months ആഫ്റ്റർ സബ്മിഷൻ ഓഫ് ദ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. അപ്പം അത്തരം സൊസൈറ്റികൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ 4 മാസത്തിനുള്ളിൽ നമ്മൾ എന്ത് കൊടുത്തിരിക്കണം? രജിസ്ട്രേഷൻ ഗ്രാൻഡ് ചെയ്തിട്ടുണ്ടാവണം. അടുത്ത മൂന്നാമത് പറയുന്നതെന്ന് വെച്ചാൽ അമാൽഗമേഷൻ of division of societies can be made through general body meetings. അപ്പോൾ അമാൽഗമേഷനോ അതേപോലെ ഡിവിഷൻ ഓഫ് സൊസൈറ്റീസ് ഒക്കെ വേണമെങ്കിൽ അത് നമുക്ക് എങ്ങനെ തീരുമാനമെടുക്കാൻ പറ്റണം? ജനറൽ ബോഡി മീറ്റിങ്ങിലൂടെ തീരുമാനമെടുക്കാൻ പറ്റണം. അടുത്തത് ഓൾ മെമ്പേഴ്സ് ആൻഡ് എംപ്ലോയീസ് ഓഫ് ദ സൊസൈറ്റി ഹാസ് എ റൈറ്റ് ടു വോട്ട് ഇൻ ദ അഫയേഴ്സ് ഓഫ് ദ സൊസൈറ്റി. എല്ലാ എംപ്ലോയീസിനും അതേപോലെ മെമ്പേഴ്സിനും സൊസൈറ്റിയുടെ അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വോട്ടിംഗ് റൈറ്റ് ഉണ്ടായിരിക്കണം. അതും നമ്മുടെ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 പറയുന്ന ഒരു സംഗതിയാണ്. അതേപോലെ എംപ്ലോയി സൊസൈറ്റീസ് ഇൻക്ലൂഡ് എംപ്ലോയി റെപ്രസെൻറ്റേറ്റീവ്സ് വൈൽ ടേക്കിംഗ് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ്. എന്ന് വെച്ചാൽ
നമ്മുടെ വളരെ പ്രാധാന്യമുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത്, ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് എംപ്ലോയീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അടുത്തത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഹാവ് പവേഴ്സ് ടു എൻറോൾ മെമ്പേഴ്സ് ആൻഡ് സെലക്ട് ദ ചീഫ് എക്സിക്യൂട്ടീവ് ആൻഡ് എംപ്ലോയീസ് ഓഫ് ദ സൊസൈറ്റി. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് എന്തിനൊക്കെയുള്ള പവർ ഉണ്ടായിരിക്കണം? ആ മെമ്പേഴ്സിനെ എൻറോൾ ചെയ്യിക്കാൻ, അതേപോലെ ചീഫ് എക്സിക്യൂട്ടീവിനെ സെലക്ട് ചെയ്യാൻ, അതേപോലെ സൊസൈറ്റിയുടെ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യാൻ, ഇവയ്ക്കെല്ലാം ഉള്ള പവർ ആർക്കാണ് ഉണ്ടാവേണ്ടത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനാണ് ഉണ്ടാവേണ്ടത്. അടുത്തത് ദ ഫണ്ട്സ് ഓഫ് ദ സൊസൈറ്റി ക്യാൻ ബി ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക്സ് ഓർ ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദ ബൈലോ ഓഫ് ദ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിയുടെ നിയമാവലിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ സൊസൈറ്റിയുടെ ഫണ്ട് എവിടെയൊക്കെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയും? ബാങ്കുകളിലോ അതേപോലെ ഗവൺമെൻറ് സെക്യൂരിറ്റികളിലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റണം. അക്കൗണ്ട്സ് ഓഫ് സൊസൈറ്റീസ് ആർ ഓഡിറ്റഡ് ഇൻ എവറി ഇയർ. നമ്മുടെ ആ സൊസൈറ്റിയുടെ അക്കൗണ്ടുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം? എപ്പോഴും, അല്ല എപ്പോഴും എന്ന് പറയുമ്പോഴും എല്ലാ വർഷത്തിലും എന്ത് ചെയ്യണം? ഓഡിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 പറയുന്നത്. അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു സംഗതി അല്ലെങ്കിൽ ഒരു ആക്ട്, ഒരു പ്രധാനപ്പെട്ട ആക്ട് എന്ന് പറയുന്നത് മോഡൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ്. ഈ മോഡൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിനെ നമ്മൾ ബ്രഹ്മപ്രകാശ് കമ്മിറ്റി മോഡൽ എന്ന് പറയാറുണ്ട്. മോഡൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഏതെന്ന് പറയുന്നത് ബ്രഹ്മപ്രകാശ് കമ്മിറ്റി മോഡൽ എന്ന് പറയും. അപ്പോൾ ഈ മോഡൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അല്ലെങ്കിൽ ബ്രഹ്മപ്രകാശ് കമ്മിറ്റി മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷനാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ ഒരു കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് ചൗധരി ബ്രഹ്മപ്രകാശ് എന്ന് പറയുന്ന ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ചെയർമാൻഷിപ്പിലാണ് ഒരു മോഡൽ കോഓപ്പറേറ്റീവ്സ് ആക്ട് എന്ത് ചെയ്തിട്ടുള്ളത്? കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് വെച്ചാൽ കോഓപ്പറേറ്റീവ്സിൻ്റെ എന്ത് ചെയ്യുന്നു? ആ ഒരു ക്യാരക്ടർ, ജെനുവിൻ ക്യാരക്ടറിനെ റിഫ്ലക്റ്റ് ചെയ്യിക്കത്തക്ക രീതിയിലും നമ്മുടെ ഒരു കോഓപ്പറേറ്റീവ് സ്ട്രക്ചർ ബിൽഡപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഉള്ള ഒരു നല്ല ഒരു ആക്ട് കൊണ്ടുവരിക എന്നുള്ളതിൻ്റെ ആയിരുന്നു അതിൻ്റെ ലക്ഷ്യം. എന്ന് വെച്ചാൽ അവിടെ എന്താണ്? ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ കുറയ്ക്കുക, പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് കുറയ്ക്കുക, ഇവയൊക്കെയായിരുന്നു ഈ ആക്ടിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. പറഞ്ഞ് മനസ്സിലായോ? എന്ന് വെച്ചാൽ ജെനുവിൻ കോഓപ്പറേറ്റീവ് ക്യാരക്ടറും എന്ത് ചെയ്യണം? റിഫ്ലക്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ കോഓപ്പറേറ്റീവ് സ്ട്രക്ചറും അവിടെ എന്ത് ചെയ്യണം? ബിൽഡപ്പ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഉണ്ടാവണമെങ്കിൽ അവിടെ എന്ത് കുറയണം? ഗവൺമെൻറ്റിൻ്റെ കൺട്രോളും പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസും കുറയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഏത് കമ്മിറ്റി വന്നിട്ടുള്ളത്? ബ്രഹ്മപ്രകാശ് കമ്മിറ്റി മോഡൽ അല്ലെങ്കിൽ മോഡൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറയുന്നത്. ഇനി ഈ ബില്ല് അവതരിപ്പിച്ച സമയത്ത് ആ ബില്ലിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവുകൾ എന്ന് പറയുന്നത്, ഒന്നാമത്തത് ടു ഇംപ്ലിമെൻ്റ് എ കോംപ്രിഹെൻസീവ് യൂണിഫോം കോഓപ്പറേറ്റീവ് ലെജിസ്ലേഷൻ. നല്ല കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള യൂണിഫോം ആയിട്ടൊരു കോഓപ്പറേറ്റീവ് ലെജിസ്ലേഷൻ കൊണ്ടുവരിക എന്നുള്ളത് ഇവരുടെ ലക്ഷ്യമായിരുന്നു. ടു പ്രൊവൈഡ് എ സെൻട്രൽ അതോറിറ്റി ടു ബി റെസ്പോൺസിബിൾ ഫോർ പ്രൊമോഷൻ, രജിസ്ട്രേഷൻ, സൂപ്പർവിഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടും രജിസ്ട്രേഷന് വേണ്ടിയിട്ടും സൂപ്പർവിഷനൊക്കെ വേണ്ടിയിട്ടും ഒരു സെൻട്രൽ അതോറിറ്റിയെ റെസ്പോൺസിബിൾ ആക്കി വെക്കുക, ഒരു സെൻട്രൽ രജിസ്ട്രാറിനെ അപ്പോയിൻറ്റ് ചെയ്യുക, അതേപോലെ ഈ എല്ലാ സംസ്ഥാനങ്ങളുടെയും നിയമങ്ങൾക്കിടയിൽ എന്ത് കൊണ്ടുവരിക? ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരിക. ഇത്രയായിരുന്നു നമ്മുടെ ഈ ഒരു ബില്ലിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. ഇനി ഈ ആക്ടിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത്, ഒന്നാമത്തത് ഇൻക്ലൂഷൻ ഓഫ് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആൻഡ് ബേസിക് ഐഡിയോളജി ഓഫ് കോഓപ്പറേഷൻ. ഈ ആക്ടിൽ നമ്മൾ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസും അതേപോലെ കോഓപ്പറേഷൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആ ഐഡിയോളജിയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ സിംപ്ലിഫൈഡ് പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ. ഈ ഒരു ആക്ട് പ്രകാരം നമ്മുടെ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ പ്രൊസീജിയർ വളരെ സിമ്പിളാണ്. റിമൂവൽ ഓഫ് ഓൾ ആർട്ടിഫിഷ്യൽ റെസ്ട്രിക്ഷൻസ് പ്ലേസ്ഡ് ബൈ ദ വേ ഓഫ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ആൻഡ് ഇക്കണോമിക്. നമ്മുടെ എക്കണോമിക് വയബിലിറ്റിയുടെ അടിസ്ഥാനത്തിലും ഏരിയ ഓഫ് ഓപ്പറേഷൻ്റെ അടിസ്ഥാനത്തിലും ഒക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ചില റെസ്ട്രിക്ഷൻസ് എടുത്തു കളഞ്ഞു. ഗവൺമെൻറ് ഹാവ് നോ പവർ ടു മേക്ക് റൂൾസ്. എന്താണ്? കോഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട്
ഒരു തരത്തിലുള്ള റൂളുകളും മേക്ക് ചെയ്യാൻ കൊണ്ട് ആർക്ക് അവകാശമില്ല? ഗവൺമെൻറ്റിന് അവകാശമില്ല. അതേപോലെ പ്രൊഹിബിറ്റ്സ് സൊസൈറ്റീസ് ഫ്രം അക്സെപ്റ്റിംഗ് ഫണ്ട്സ് ഫ്രം ഗവൺമെൻറ് ബൈ വേ ഓഫ് ഇക്വിറ്റി എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ മൂലധനമായിട്ട് ബന്ധപ്പെട്ട ഫണ്ടുകൾ എവിടെ നിന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല? ഗവൺമെൻറ്റുകളിൽ നിന്ന്. അപ്പോൾ ഗവൺമെൻറ്റുകളിൽ നിന്ന് ഇക്വിറ്റി പോലെയുള്ള ഫണ്ടുകൾ അക്സെപ്റ്റ് ചെയ്യരുത് എന്നൊരു പോയിന്റ് കൂടി ആര് പറയുന്നുണ്ട്? നമ്മുടെ മോഡൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അപ്പോൾ അവിടെ പ്രധാനപ്പെട്ട 2 പോയിന്റുകൾ എന്ന് പറയുന്നത്, റൂൾ ഉണ്ടാക്കാനുള്ള പവർ ആർക്കില്ല? ഗവൺമെൻറ്റിനില്ല. അതേപോലെ തന്നെ ഗവൺമെൻറ്റിൽ നിന്ന് ഇക്വിറ്റി ക്യാപിറ്റൽ അക്സെപ്റ്റ് ചെയ്യാൻ കൊണ്ടും ആർക്ക് പറ്റത്തില്ല? ഈ സൊസൈറ്റികൾക്ക് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. അത് 2 പ്രധാനപ്പെട്ട പോയിന്റാണ്. പിന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഹാവ് ബീൻ മെയ്ഡ് അക്കൗണ്ടബിൾ ഫോർ ടൈംലി കണ്ടക്ട് ഓഫ് ഇലക്ഷൻസ്, റെഗുലർലി കൺവീനിങ് ഓഫ് മീറ്റിംഗ് ആൻഡ് ടൈംലി വോട്ട്. നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ എന്തിനെല്ലാം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്? കറക്റ്റ് സമയങ്ങളിൽ ഇലക്ഷൻ നടത്തുക, കറക്റ്റ് സമയാസമയങ്ങളിൽ മീറ്റിംഗ് നടത്തുക, അതേപോലെ തന്നെ ടൈംലി ഓഡിറ്റും നടത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മോഡൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട എന്തെന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നതാണ് ഇത് ആന്ധ്രാപ്രദേശ് മ്യൂച്വലി എയ്ഡഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അത് നമ്മൾ ഈ ബ്രഹ്മപ്രകാശ് കമ്മിറ്റി മോഡലിൻ്റെ കൂടെ തന്നെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ബ്രഹ്മപ്രകാശ് കമ്മിറ്റി മോഡലിനെ ചുവട് പിടിച്ച് ഒരു സംസ്ഥാന ഗവൺമെൻറ് ആദ്യമായി പാസ്സാക്കുന്ന നിയമമാണ് എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ് മ്യൂച്വലി എയ്ഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അതുവരെ ഉണ്ടായിരുന്ന നിയമത്തെ മാറ്റി നിർത്തിയിട്ട് ബ്രഹ്മപ്രകാശ് കമ്മിറ്റി മോഡലിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു സംസ്ഥാന ഗവൺമെൻറ് ആദ്യമായി ഒരു നിയമം പാസ്സാക്കുന്നത് ആരാണ്? ആന്ധ്രാപ്രദേശാണ്. അത് 1995 എന്നാണ് പറയുന്നത്. അപ്പോൾ ആന്ധ്രാപ്രദേശ് ലെജിസ്ലേറ്റീവ് അസംബ്ലി യുനാനിമസ്ലി പാസ്ഡ് ദ ആന്ധ്രാപ്രദേശ് മ്യൂച്വലി എയ്ഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1995 ഓൺ 4th of May 1999. അപ്പോൾ 1995 മെയ് മാസം 4-ാം തീയതിയാണ് ഈ ആക്ട് നിലവിൽ വന്നത്. അത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, ചൗധരി ബ്രഹ്മപ്രകാശ് കമ്മിറ്റി മോഡലിൻ്റെ റെക്കമെൻഡേഷൻസ് വെച്ചിട്ടാണ് ആദ്യമായി ആരിത് പാസ്സാക്കുന്നത്? ആന്ധ്രാപ്രദേശ് ഇത് പാസ്സാക്കുന്നത്. The Act to provide for voluntary formation of cooperative societies, reliant business enterprise based on thrift, self-help and mutual aid and owned, managed and controlled by members for their economic and social betterment and for the matters connected therewith or incidental thereto. എന്ന് വെച്ചാൽ മെമ്പേഴ്സിൻ്റെ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ട് അവർ തന്നെ ഓൺ ചെയ്യുന്ന, മാനേജ് ചെയ്യുന്ന, കൺട്രോൾ ചെയ്യുന്ന, ത്രിഫ്റ്റും സെൽഫ് ഹെൽപ്പും മ്യൂച്വൽ എയ്ഡും വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് വോളണ്ടറി ആയിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോം ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ പ്രൊവിഷൻസും ആര് തരുന്നുണ്ട്? നമ്മുടെ ആന്ധ്രാപ്രദേശ് മ്യൂച്വലി എയ്ഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് തരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഈ ആക്ടിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചറുകൾ എന്താണെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് ഈ ആക്ടിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചറുകൾ എന്ന് പറയുന്നത്? ഒന്നാമത്തത്, ടു എനൻസിയേറ്റ് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ വിച്ച് പ്രൈമർലി പ്ലേസ് ഓൺ വോളണ്ടറി, സെൽഫ് ഫൈനാൻസിങ്, ഓട്ടോണമി ആൻഡ് ഫ്രീ ഫ്രം സ്റ്റേറ്റ് കൺട്രോൾ. എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ എനൻസിയേറ്റ് എന്ന് വെച്ചാൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്? വോളണ്ടറി ആയിട്ടുള്ള, സെൽഫ് ഫൈനാൻസിങ് ആയിട്ടുള്ള, ഓട്ടോണമിയുള്ള, അതേപോലെ സ്റ്റേറ്റ് കൺട്രോളിൽ നിന്നും ഫ്രീ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയെ അല്ലെങ്കിൽ ഒരു കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കിയെടുക്കുക. അതേപോലെ ടു എനേബിൾ നോട്ട് ലെസ് ദാൻ 10 ഇൻഡിവിജ്വൽസ് ബിലോങ്ങിങ് ടു ഡിഫറെൻറ്റ് ഫാമിലീസ് ടു ഫോം എ കോഓപ്പറേറ്റീവ്. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങാൻ വേണ്ടിയിട്ട് വ്യത്യസ്തങ്ങളായ ഫാമിലിയിൽ ഉൾപ്പെട്ട 10 പേര് മതി എന്നുള്ളൊരു തീരുമാനം. അതേപോലെ ടു എനേബിൾ ദ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ടു റെഗുലേറ്റ് ദെയർ ഫങ്ഷനിങ് ബൈ ഫ്രെയിമിംഗ് ബൈലോസ് സബ്ജക്റ്റ് ടു പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട്. എന്താണ് ഈ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ആക്ടിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഒരു ബൈലോ ഫ്രെയിം ചെയ്ത് ആ ബൈലോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം? ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ പറ്റണം. അതേപോലെ ടു എനേബിൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ടു ചേഞ്ച് ദ ഫോം ഓർ ദ എക്സ്റ്റെൻറ്റ് ഓഫ് ലയബിലിറ്റീസ്, to transfer their assets and liabilities, to divide
ഓർ അമാൽഗമേറ്റ് ഇൻ ഫർദറൻസ് ഓഫ് ദെയർ സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ്സ്. എന്താണ് നമ്മുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ അവരുടെ ലയബിലിറ്റി എക്സ്റ്റെൻഡ് വെച്ചാൽ ലിമിറ്റഡ് ലയബിലിറ്റിയിൽ നിന്ന് അൺലിമിറ്റഡ് ലയബിലിറ്റിക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അതേപോലെ അവരുടെ അസറ്റിനെ ലയബിലിറ്റിയെ ട്രാൻസ്ഫർ ചെയ്യുക, സൊസൈറ്റിയെ ഡിവൈഡ് ചെയ്യുക, സൊസൈറ്റികളെ അമാൽഗമേറ്റ് ചെയ്യിക്കുക, ഇതിനെല്ലാം ഉള്ള പ്രൊവിഷൻസ് എവിടെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്? ഈ ആന്ധ്രാപ്രദേശ് മ്യൂച്വലി എയ്ഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. Need to enable societies registered under the Andhra Pradesh Co-Operative Societies Act 1964 to become cooperative societies registered under this act by making suitable provisions thereof. എന്നുവെച്ചാൽ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ആക്ട് എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1964 ആണ്. ആ ഒരു ആക്ടിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൊസൈറ്റികളെ ഈ ഒരു ആക്ടിൻ്റെ അണ്ടറിലേക്ക് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? അവരുടെ ബൈലോയിൽ അല്ലെങ്കിൽ അവരുടെ ആ ആക്ടിനകത്ത് ചില പ്രൊവിഷൻസിൽ മാറ്റം വരുത്തിയാൽ മതി എന്നുള്ളതാണ്. ടു എനേബിൾ ദ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ടു മൊബിലൈസ് ദെയർ ഓൺ ഫണ്ട്. എന്താണ്? കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് അവരുടേതായിട്ടുള്ള ഫണ്ട് കണ്ടെത്താൻ അവരെ സഹായിക്കുക. ടു എംപവർ ദ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ടു പ്രൊവൈഡ് ദ ക്വാളിഫിക്കേഷൻ ആൻഡ് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മെമ്പറിൻ്റെ ക്വാളിഫിക്കേഷനും ഡിസ്ക്വാളിഫിക്കേഷനുമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ആർക്ക് ഇത് അധികാരം കൊടുക്കുക? നമ്മുടെ ആ സൊസൈറ്റിക്ക് തന്നെ അധികാരം കൊടുക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആന്ധ്രാപ്രദേശ് മ്യൂച്വലി എയ്ഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫീച്ചറുകൾ അതെന്ന് പറയാം. ഇനി അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് സ്പെഷ്യൽ ഫീച്ചേഴ്സാണ് പറയുന്നത്. അത്രയേ ഉള്ളൂ. അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ആന്ധ്രാപ്രദേശ് മ്യൂച്വലി എയ്ഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന സംഗതികൾ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പറയുന്നത് മോഡൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ്. മോഡൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറയുന്നത് 1991 ആണ്. 1991 ഈ മോഡൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു കമ്മിറ്റി ഓൺ കോഓപ്പറേറ്റീവ് ലോയെക്കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ ഇതിൻ്റെ തുടക്കത്തിൽ. ഇപ്പോൾ ഈ കമ്മിറ്റി ഓൺ കോഓപ്പറേറ്റീവ് ലോ എന്ന് പറയുമ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചേക്കണം. കമ്മിറ്റി ഓൺ കോഓപ്പറേറ്റീവ് ലോയിനെ നമ്മൾ വിളിക്കുന്നത് അർദ്ധനാരീശ്വരൻ കമ്മിറ്റി എന്നാണ്. കമ്മിറ്റി ഓൺ കോഓപ്പറേറ്റീവ് ലോ അല്ലെങ്കിൽ അർദ്ധനാരീശ്വരൻ കമ്മിറ്റി എന്നുള്ളതാണ്. അതിൻ്റെ റിപ്പോർട്ട് 1987 അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഒരു റിപ്പോർട്ട് കൂടി എക്സാമിൻ ചെയ്തിട്ട് ഈ മോഡൽ കോഓപ്പറേറ്റീവ്സ് ആക്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഒബ്സർവേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, പ്രധാനപ്പെട്ട ഒബ്സർവേഷനായിട്ട് നമ്മൾ പറയുന്നത് ഒന്ന്, എക്സിസ്റ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് കണ്ടെയ്ൻസ് പ്രൊവിഷൻസ് വിച്ച് മിലിറ്റേറ്റ് അഗെയിൻസ്റ്റ് ദ ഡെമോക്രാറ്റിക് ക്യാരക്ടർ ആൻഡ് ദ ഓട്ടോണമി ഓഫ് ദ കോഓപ്പറേറ്റീവ്സ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നിലനിൽക്കുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റിൽ ഈ ആക്ട് എന്ന് പറയുന്നത് അതിനകത്ത് ചില പ്രൊവിഷൻസ് നമ്മുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഡെമോക്രാറ്റിക് ക്യാരക്ടറും അതിൻ്റെ ഓട്ടോണമിയും ഇല്ലാതാക്കുന്നവയാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒബ്സർവേഷനായിട്ട് വരുന്നത്. രണ്ടാമത് പറയുന്നത്, ഓവർ ദ ഇയേഴ്സ് ദ രജിസ്റ്റേർഡ് ഹാസ് അക്വയർഡ് അണ്ടർ പവേഴ്സ് ഇൻ റെസ്പെക്ട് ഓഫ് മാനേജ്മെൻറ്റ് ഡിസിഷൻസ് ഓഫ് ദ കോഓപ്പറേറ്റീവ്സ് വിച്ച് ഷുഡ് ബി കർട്ടൈൽഡ്. എന്ന് വെച്ചാൽ എന്താണ്? അപ്പം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഈ രജിസ്ട്രാറിൻ്റെ പവറുകൾ, ഈ മാനേജ്മെൻറ്റ് ഡിസിഷൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പവറുകൾ വളരെ കുറവാണ്. അത് നമ്മളൊന്നുകൂടെ നോക്കണം. പിന്നെ ദ റോൾ ഓഫ് രജിസ്ട്രാർ എന്ന് പറയുന്നത് ഷുഡ് ബി മെയ്ഡ് മോർ പോസിറ്റീവ് ആൻഡ് ഹീ ഷുഡ് ബി ലുക്ക്ഡ് അപ്പോൺ ദ ഡെവലപ്മെൻറ്റ് ഏജൻറ്റ്. അപ്പം രജിസ്ട്രാറിൻ്റെ റോൾ എങ്ങനെയാക്കി മാറ്റണം? കുറച്ചുകൂടി പോസിറ്റീവാക്കി മാറ്റുകയും സൊസൈറ്റിയുടെ ഒരു ഡെവലപ്മെൻറ്റ് ഏജൻ്റായിട്ട് ആരെ പരിഗണിക്കുകയും വേണം? രജിസ്ട്രാറിനെ പരിഗണിക്കുകയും വേണം. പിന്നെ ദ ഫെഡറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഷുഡ് പേ എ മോർ ആക്റ്റീവ് പാർട്ട് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഫംഗ്ഷനിങ് റിലേറ്റിംഗ് ടു പ്രൊമോഷൻ, ഓർഗനൈസേഷൻ, പ്രോപ്പർ ഫങ്ഷനിങ് ആൻഡ് ഗ്രോത്ത് ഓഫ് ദ അഫിലിയേറ്റഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. നമ്മുടെ ഫെഡറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് മറ്റുള്ള അഫിലിയേറ്റഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ പ്രൊമോഷൻ, ഓർഗനൈസേഷൻ, അവരുടെ പ്രോപ്പർ ഫങ്ഷനിങ്, അവരുടെ ഗ്രോത്ത് ഇവയുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് റോള് പ്ലേ ചെയ്യണം? കുറച്ചുകൂടെ ആക്റ്റീവായിട്ടുള്ള ഏറ്റവും നല്ല റോള് പ്ലേ ചെയ്യണം എന്നാണ് പറയുന്നത്.
അടുത്ത ദ ചേഞ്ചിങ് കോംപ്ലക്സിറ്റീസ് ഓഫ് മെമ്പർ മാനേജ്മെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഹാവ് നെസസിറ്റേറ്റഡ് അവൈലബിലിറ്റി ഓഫ് പേഴ്സണൽ അസിസ്റ്റൻസ് ടു കോഓപ്പറേറ്റീവ് through adequate trained and professionals and paid staff on appropriate terms working under the general guidance of the democratically elected body. എന്ന് വെച്ചാൽ നമ്മുടെ എന്താണ് മെമ്പർ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു ചേഞ്ചിങ് കോംപ്ലക്സിറ്റീസ് ഉണ്ട്. ആ കോംപ്ലക്സിറ്റീസ് നല്ല പ്രൊഫഷണൽ അസിസ്റ്റൻസോട് കൂടിയും അതേപോലെ പെയ്ഡ് സ്റ്റാഫിനെ വെച്ചും നല്ല വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യുക എന്നുള്ള ആ ഒരു ഒബ്സർവേഷൻസും കൂടെ നമ്മുടെ മോഡൽ കോഓപ്പറേറ്റീവ്സ് ആക്ട് 1991 ബന്ധപ്പെട്ട് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം അതിന് ശേഷം പിന്നെ വരുന്നത് എന്താണ് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ദ മോഡൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ്. നമ്മുടെ മോഡൽ കോഓപ്പറേറ്റീവ്സ് ആക്ടിൻ്റെ ഏറ്റവും സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ്. അപ്പം സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഒന്ന്, സ്റ്റേറ്റ് പോളിസി ഓൺ കോഓപ്പറേറ്റീവ്സ് ആൻഡ് the principles of cooperation had been stated in the beginning of the act as a guide to the remaining provisions of the model act. എന്ന് വെച്ചാൽ നമ്മുടെ കോഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്റ്റേറ്റ് പോളിസികളും അതേപോലെ പ്രിൻസിപ്പിൾസ് ഓഫ് കോഓപ്പറേഷനും ഈ ആക്ടിൻ്റെ തുടക്കത്തിൽ തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ തുടർന്ന് വരുന്ന ഈ ആക്ടിൻ്റെ പ്രൊവിഷൻസിലും അതേപോലെ തന്നെ കോഓപ്പറേഷൻ്റെ ഐഡിയോളജിയിലും ഫെസിലിറ്റേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പ്രിൻസിപ്പിൾസ് ഓഫ് കോഓപ്പറേഷനും അതേപോലെ തന്നെ സ്റ്റേറ്റ് പോളിസിയും ഒക്കെ തുടക്കത്തിൽ തന്നെ പ്രതിപാദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. രണ്ടാമത്തത്, പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ ന്യൂ കോഓപ്പറേറ്റീവ് സിംപ്ലിഫൈഡ് ആൻഡ് ഓൾ ആർട്ടിഫിഷ്യൽ റെസ്ട്രിക്ഷൻസ് ബൈ വേ ഓഫ് ഏരിയ ഓപ്പറേഷൻ ആൻഡ് എക്കണോമിക് വയലബിലിറ്റി ആർ റിമൂവ്ഡ്. നമ്മുടെ രജിസ്ട്രേഷൻ പ്രൊസീജിയറും അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ റെസ്ട്രിക്ഷൻസും സിംപ്ലിഫൈ ചെയ്തു എന്നൊരു കാര്യം പറയുന്നുണ്ട്. അതേപോലെ ദ മോഡൽ ആക്ട് ഗീവ്സ് നോ റൂൾ മേക്കിംഗ് പവർ ടു ദി ഗവൺമെൻറ്. എന്താണ്, ഈ ആക്ട് പ്രകാരം എന്താണ് ഗവൺമെൻറ്റിന് യാതൊരു തരത്തിലുള്ള റൂൾ മേക്കിംഗ് പവറും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. അപ്പം അതേപോലെ മോഡൽ ആക്ട് ഗീവ്സ് നോ പവർ ടു രജിസ്ട്രാർ ഓർ ദ ഗവൺമെൻറ്. നമ്മുടെ രജിസ്ട്രാറിനോ ഗവൺമെൻറ്റിനോ താഴെ പറയുന്ന ഒരു കാര്യങ്ങളിലും ഒരു തരത്തിലുള്ള പവറും കൊടുക്കുന്നില്ല. ഏതൊക്കെയാണെന്ന് വെച്ചാൽ സൂപ്പർ സെഷൻ ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അതേപോലെ കമ്പൽസറി അമാൽഗമേഷൻ, കമ്പൽസറി അമെൻമെൻറ്റ് ഓഫ് ദ ബൈലോ, പിന്നെ വീറ്റോ, റിസെൻറ്റ്, അനൽ ഓഫ് ദ റെസൊല്യൂഷൻ, ഇഷ്യൂ ഓഫ് ഡയറക്റ്റീവ്സ്. ഇത്രയും കാര്യങ്ങളിലും രജിസ്ട്രാറിനും ഒരു പവറും ഇല്ല, അതേപോലെ തന്നെ ഗവൺമെൻറ്റിനും യാതൊരു പവറുമില്ല എന്നൊരു കാര്യം പറയുന്നുണ്ട്. അത്രയും കാര്യങ്ങളാണ് നമ്മുടെ